റാം നാരായണ റാം. ആകാശത്തിൽ അഗണിത നക്ഷത്രങ്ങൾ ഇല്ലെങ്കിൽ ആകാശം എങ്ങനെയുണ്ടായിരിക്കും എന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സൂര്യനും ആകാശവും വായുവും ഭൂമിയും ഒരിക്കലും എങ്ങനെ പറയാറില്ലെന്ന് എല്ലാ മനുഷ്യരും എൻ്റെ അടിമകൾ ആകുന്നു. ഭരണകൂടം ജനങ്ങളെ പ്രകൃതി സംബന്ധിച്ചും അറിയിക്കുമവരെ പ്രചോദിപ്പിക്കാത്തവരെ എങ്ങനെ ജനങ്ങൾ അറിയാൻ കഴിഞ്ഞേക്കും പ്രകൃതി എന്താണെന്ന്? മനുഷ്യന്റെ ശരീരം 5 ഘടകങ്ങൾ വായു, വെള്ളം, അഗ്നി, സൂര്യൻ, ഭൂമി എന്നിവ കൊണ്ട് നിർമ്മിതമാണ്. ഭൂമിയിൽ മനുഷ്യനിർമ്മിത ഭരണഘടന ഉണ്ടാക്കുമ്പോൾ പ്രകൃതിയുടെ ഒരു ഭരണഘടന ഉണ്ടാകേണ്ടിയിരുന്നത്. ഭൂമി നിലവിൽ വന്നതിന് ശേഷം ഇതുവരെ ഭൂമിയുടെ പരിഹാരങ്ങൾ ഒന്നും ഉണ്ടായില്ല. ദോഷകരമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെ ശരിയായ മാർഗം കാണിക്കേണ്ടത് നമ്മുടെ ധർമ്മമാണ്. ധർമ്മം രാഷ്ട്രീയത്തിൻ്റെ പേരിൽ എങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു എന്നതിനെക്കുറിച്ച് അവരുടെ ജന്മഹക്കുകൾ. പ്രകൃതിയുടെ ധർമ്മം മാന്യമായിരിക്കുക, അത് മനുഷ്യനിർമ്മിത മതങ്ങളിൽ മാറ്റിയിരിക്കുന്നു. നിങ്ങൾ പ്രകൃതിയുടെ ധർമ്മം സ്വീകരിച്ചാൽ നിങ്ങൾ പ്രകൃതിയെ നന്ദിയോടെ സ്വീകരിക്കാൻ കഴിയും. പ്രകൃതി തന്നെ നിങ്ങളുടെ ധർമ്മവും കർമ്മവുമാണ്. ഒരിക്കൽ സുഖത്തിൽ ഇരുന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് പ്രകൃതിയിൽ നിന്നെന്തെന്ത് ലഭിച്ചു എന്ന് മനസ്സിലാക്കാം. പ്രകൃതിയുടെ ധർമ്മം നിങ്ങൾ പിന്തുടർന്നാൽ നിങ്ങൾക്ക് എത്ര ലഭ്യമാകും എന്ന്, എന്ത് ലഭ്യമാവുന്നില്ലെന്ന് എത്രയും വേഗം മനസ്സിലായിരിക്കും. പ്രകൃതിയെ എത്രയും വേഗം ആരും മനസ്സിലാക്കാൻ കഴിയില്ല. ജീവിതത്തിലെ യഥാർത്ഥ സത്യത്തെ ആളുകൾ അംഗീകരിക്കേണ്ടത് ആവശ്യമാണ്. അത് നിന്നും കണ്ണ് മായ്ച്ച് പാറുന്നത് സാധ്യമായില്ല. നിങ്ങൾ ഒരാൾക്ക് ഒരേ വിരൽ കാണിച്ചാൽ 4 വിരലുകൾ നിങ്ങളോട് കാണിക്കും. നിങ്ങൾ മറ്റൊരാൾക്ക് വിരൽ കാണിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കുള്ള 4 വിരലുകൾ ശ്രദ്ധിക്കുക. ഇതിൻ്റെ അർത്ഥം ആദ്യം നിങ്ങൾക്ക് സ്വയം തിരുത്തേണ്ടതാണ്. നമ്മൾ നമ്മുടെ വിവേകത്തെ കേട്ടാൽ എല്ലാം സുഖകരമാകും. മനുഷ്യനിർമ്മിത ഭരണഘടന നാം കാണാൻ കഴിയുന്നില്ലെങ്കിലും പ്രകൃതിയുടെ ഭരണഘടനയെ നാം അനുഭവിക്കാം. പ്രകൃതിയെ മനസ്സിലാക്കാൻ, ജീവിതത്തിന് ശരിയായ ദിശ നൽകാൻ ഞങ്ങളുടെ മഹാഗുരു നൽകിയ ബിജുമന്ത്രം റാം നാരായണ റാം നിങ്ങളുടെ മനസ്സിൽ എത്തേണ്ടതാണ്. ഈ മന്ത്രം നിങ്ങളുടെ ജീവിതത്തിന് ശരിയായ വഴിയാകും. ജീവിതത്തിൽ ഏത് പ്രശ്നങ്ങളും എളുപ്പത്തിൽ പരിഹരിക്കുന്നു നിങ്ങൾ ഈ മന്ത്രം ഉച്ചരിച്ചാൽ. അതിനാൽ സമയം കളയാതെ ഉടനെ റാം നാരായണ റാം എന്ന് ചേർക്കൂ.